റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിനു മേലുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ ആഗോള ടാങ്ക് വിപണിയിൽ റഷ്യയെ പിന്തള്ളി മുന്നോട്ടു വരാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യം സൈനിക ലോകത്ത് സജീവ ചർച്ചാ വിഷയമാണ്. പതിറ്റാണ്ടുകളായി വികസ്വര രാജ്യങ്ങളിലെ സൈന്യങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയവും യുദ്ധത്തിൽ പരീക്ഷിച്ചതുമായ കവചിത വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന മുൻനിര രാജ്യമാണ് റഷ്യ. പ്രാദേശിക അസംബ്ലിക്കും അറ്റകുറ്റപ്പണികൾക്കും ലൈസൻസ് നൽകുന്ന സഹകരണ കരാറുകളിലൂടെയായിരുന്നു ഈ വിതരണം. എന്നാൽ ഇന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യൻ ആയുധ നിർമ്മാതാക്കളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഏഷ്യ മുതൽ മിഡിൽ ഈസ്റ്റ് വരെയുള്ള രാജ്യങ്ങൾ പ്രായോഗികമായ പ്രതിസന്ധിയിലാണ്. കടലാസിൽ ബദലുകൾ ധാരാളമുണ്ടെങ്കിലും അവയിൽ പലതും റഷ്യൻ നിലവാരത്തിലും അളവിലും ലഭ്യമല്ല. നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത് റഷ്യയുടെ ടാങ്ക് രൂപകൽപ്പനകൾ ഇപ്പോഴും ആഗോളതലത്തിൽ ഒരു മാതൃകയായി തുടരുന്നുവെന്നും ഉൽപാദനത്തിന്റെ വ്യാപ്തിയിലും യുദ്ധക്കളത്തിലെ അനുഭവത്തിലും അതിന്റെ എതിരാളികൾക്ക് റഷ്യയുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുമാണ്. അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം കവചിത വാഹനങ്ങളുടെ ലോകത്തിലെ മുൻനിര ഉൽപാദകരും കയറ്റുമതിക്കാരും ഉൾപ്പെടുന്ന 3 രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. റഷ്യയുടെ ശക്തി കേവലം ഉൽപാദനത്തിന്റെ അളവിൽ മാത്രമല്ല, ശീതയുദ്ധത്തിനു ശേഷവും വ്യവസായ ശൃംഖല നിലനിർത്താനുള്ള അതിന്റെ കഴിവിലാണ്. പല പാശ്ചാത്യ നിർമ്മാതാക്കളും ടാങ്ക് ഉൽപാദനം നിർത്തിവെച്ചപ്പോൾ റഷ്യ അതിന്റെ മുഴുവൻ വ്യാവസായിക ശൃംഖലയും ഉറാൽവാഗോൺസ വോട്ട് പ്ലാന്റിന്റെ കേന്ദ്രീകരിച്ച് നിലനിർത്തി. ഈ തുടർച്ച റഷ്യൻ എഞ്ചിനീയർമാരെ തെളിയിക്കപ്പെട്ട രൂപകൽപ്പനകളെ അടിസ്ഥാനമാക്കി ടാങ്കുകൾ വികസിപ്പിക്കാൻ അനുവദിച്ചു. ഏറ്റവും പുതിയ T-90 MS ടാങ്ക് പതിറ്റാണ്ടുകളുടെ യുദ്ധരംഗത്തെ അനുഭവത്തിന്റെ പരിസമാപ്തിയാണ്. ഇത് നവീകരിച്ച കവചം, പുതിയ ഫയർ കൺട്രോൾ സംവിധാനം, ഡ്രോണുകൾ, ടാങ്ക് വേധ മിസൈലുകൾ തുടങ്ങിയ ആധുനിക ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത പാളികളായുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഇന്ത്യയിലെ T-90S ഭീഷ്മ പോലുള്ള ലൈസൻസുള്ള പ്രാദേശിക ഉൽപാദന ക്രമീകരണങ്ങൾ റഷ്യൻ കയറ്റുമതി തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ഇത് പങ്കാളി രാജ്യങ്ങൾക്ക് സാങ്കേതികപരമായ സ്വാതന്ത്ര്യവും ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന ഉൽപാദന പരിപാലന തുടർച്ചയും ഉറപ്പാക്കുന്നു. യുക്രൈനിലെ സൈനിക നടപടിക്ക് ശേഷവും റഷ്യൻ കവചിത വാഹനങ്ങളോടുള്ള ആഗോള താൽപര്യം ഉയർന്നു തന്നെയായിരുന്നു. റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളുടെ ടാങ്ക് ഉൽപാദന രംഗം വ്യാവസായികമായ സ്തംഭനാവസ്ഥയാണ് കാണിക്കുന്നത്. ജർമ്മനി ഒഴികെയുള്ള നാറ്റോ രാജ്യങ്ങൾ പുതിയ ടാങ്കുകൾ നിർമ്മിക്കുന്നതിന് പകരം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മോഡലുകൾ നവീകരിക്കുന്നതിനെയാണ് ആശ്രയിക്കുന്നത്. 1995 ശേഷം അമേരിക്ക പുതിയ ടാങ്ക് ഉൽപാദനം നിലനിർത്തി. നിലവിലുള്ള അംബ്രാംസ്റ്റാർ ടാങ്കുകൾ നവീകരിക്കുന്നതിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തുടർച്ചയായ നവീകരണങ്ങൾ ടാങ്കിന്റെ ഭാരം കൂട്ടുകയും ശക്തി ഭാരം അനുപാതം കുറയ്ക്കുകയും ചെയ്തു. യുക്രൈൻ അമേരിക്ക നൽകിയ അംബ്രാംസ് ടാങ്കുകൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചതും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തതും അതിന്റെ പ്രായോഗിക പരിമിതികൾ വെളിപ്പെടുത്തി. കൂടാതെ ജർമ്മനി പുതിയ ലെപ്പേർഡ് ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉൽപാദനശേഷി ആഭ്യന്തര നാറ്റോ ആവശ്യകതകൾ നിറവേറ്റാൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നു. കൂടാതെ സിറിയയിലും യുക്രൈനിലും ലെപ്പേർഡ് ടാങ്കുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ അതിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഡ്രോണുകൾ നിറഞ്ഞ ആധുനിക യുദ്ധക്കളങ്ങളിൽ നാറ്റോ ടാങ്കുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് വർദ്ധിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പുറത്തുള്ള ഉപഭോക്താക്കൾ മറ്റ് വിതരണക്കാരെ തേടാൻ നിർബന്ധിതരായി. അതേസമയം വർഷങ്ങളുടെ ഉപരോധങ്ങൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ശേഷവും ആഗോള ടാങ്ക് വിപണിയിൽ റഷ്യയുടെ സ്ഥാനം ശ്രദ്ധേയമായി സുസ്ഥിരമായി തുടരുകയാണ്. എതിരാളികൾക്കാർക്കും റഷ്യയുടെ വ്യാവസായിക ശേഷിയോ യുദ്ധക്കളത്തിലെ അനുഭവത്തിന്റെ പിൻബലമുള്ള ഉപകരണങ്ങളോ നൽകാൻ കഴിഞ്ഞിട്ടില്ല. കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള T-90 MS എന്നിവ ഉൾപ്പെടെയുള്ള റഷ്യൻ ടാങ്കുകൾ യഥാർത്ഥ യുദ്ധക്കളത്തിലെ അനുഭവത്തിലൂടെയാണ് നിരന്തരം നവീകരിക്കപ്പെടുന്നത്. ഡ്രോൺ യുദ്ധം, ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് തുടങ്ങിയ ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ച് അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം നവീകരിക്കപ്പെടുന്നു. കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ഘടകം റഷ്യയുടെ പ്രായോഗികമായ കയറ്റുമതി തന്ത്രമാണ്. ദീർഘകാല സഹകരണത്തിലൂടെ റഷ്യ പൂർണ്ണമായ ഉപകരണങ്ങൾ മാത്രമല്ല, പ്രാദേശിക ഉൽപാദനത്തിനുള്ള സാങ്കേതിക വിദ്യയും പരിപാലന പിന്തുണയും പരിശീലനവും നൽകുന്നു. വിശ്വസനീയവും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാവുന്നതും ചിലവ് കുറഞ്ഞതും രാഷ്ട്രീയപരമായ കെട്ടുപാടുകളില്ലാത്തതുമായ ടാങ്കുകൾ തേടുന്ന നിരവധി രാജ്യങ്ങൾക്ക് റഷ്യ ഇപ്പോഴും തിരഞ്ഞെടുക്കാനുള്ള മികച്ച വിതരണക്കാരാണ്, മികച്ച മാതൃകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.